ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക് ലാബ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് റൈസായ സുർബിയാൻ റൈസാണ്. നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം 2 കപ്പ് അരി നമുക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ കോരിയെടുക്കുക. അധികം ബ്രൗൺ ആക്കണ്ട. അധികം ബ്രൗൺ ആയാൽ നമുക്ക് സവാളയുടെ ടേസ്റ്റ് ആവും റൈസിൽ മുന്നിട്ട് നിൽക്കുക. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കാം. അതിന് 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു പകുതി ഭാഗം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മന്തി മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 കപ്പ് യോഗേർട്ട്. ഇവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഉരുളങ്കിഴങ്ങും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ആവശ്യത്തിന് ഉപ്പും ഈ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം റെഡി ആയി വരുമ്പോൾ മറിച്ചിട്ട് 2 ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, 3 ഏലക്കായ, പിന്നെ 1 ബേ ലീഫ്, 1 സ്പൂണ് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്തെടുക്കണ പോലെ ഒന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ പൊരിച്ച് വെച്ച സവാള കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സാഫ്രോൺ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സും മുകളിലിട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഓയിലുണ്ടല്ലോ അതും, നമ്മൾ ഈ റൈസ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്മോക്കി ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് റൈസിന്. നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് ആണ് സ്മോക്ക് ചെയ്തെടുക്കുന്നത്. ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാ കണൽ യൂസ് ചെയ്താലും മതി. ആ പുക വരുമ്പോൾ പെട്ടെന്ന് അടച്ചു വെക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴേ ആ സ്മോക്കി ഫ്ലേവർ നമ്മൾ റൈസിലേക്ക് കിട്ടുള്ളൂ. നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.